മരുന്ന് കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞിയൊക്കെ പച്ചമരുന്ന് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉലുവ കഞ്ഞി ഉണ്ടാക്കാം. ഇത് 2 ടേബിൾ സ്പൂൺ ഉലുവ കഴുകി രാത്രി വെള്ളമൊഴിച്ച് കുതിർത്തിയെടുത്തതാണ്. ഇത് വെള്ളത്തോടു കൂടി തന്നെ മൺപാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി 1 കപ്പ് ഞാവര അരി കഴുകി വെള്ളം കളഞ്ഞ് ഇതിൻ്റെ കൂടെ ഇടാം. ഇത് കുതിർത്തിട്ടൊന്നുമില്ല കേട്ടോ, അതേപോലെ തന്നെയാണ് ഇടുന്നത്. വേവാനുള്ള വെള്ളം കൂടെ ഒഴിക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം, ഒരു ചെറിയ കഷ്ണം ചുക്കൊന്ന് ചതച്ച് അതും കൂടെ ഇടാം. ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. ആദ്യമൊക്കെ ചെയ്തിരുന്ന പോലെ മൺപാത്രത്തിൽ പതിയെ വേവിച്ചെടുക്കുക. ഇനി സമയവും സാഹചര്യമൊന്നും ഇല്ലെങ്കിൽ കുക്കറിൽ ഇതേപോലെ തന്നെ ഉലുവയും അരിയൊക്കെ ഇട്ട് വെള്ളമൊഴിച്ച് 5 വിസിൽ വരുന്നവരെ വേവിക്കുക. എന്നിട്ട് പ്രഷർ മുഴുവൻ പോകുന്നവരെ വെച്ചാൽ മതി. അരി ഉലുവയും വെന്തിട്ടുണ്ട്. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അരമുറി തേങ്ങ ചിരകിയെന്ന് പിഴിഞ്ഞ് അരിച്ചെടുത്ത തേങ്ങാപ്പാലാണിത്. 2ാം പാലാണ് 1/2 ലിറ്റർ ഒഴിക്കുന്നുണ്ട്. ഇനി അല്പം ഇന്ദുപ്പ് ചേർത്ത് കൊടുക്കാം. തിളച്ചോട്ടെ, ഇളക്കി കൊടുക്കാം. മധുരം വേണ്ടവർക്കാണെങ്കിൽ ഇന്ദുപ്പിൻ്റെ കൂടെ കുറച്ച് ശർക്കരയും കൂടെ ചേർക്കാം. ഇനി 1ാം പാൽ ഒഴിച്ച് തീ അണയ്ക്കാം. പിന്നെ നെയ്യിൽ ചെറിയുള്ളി മുപ്പിച്ചതും കൂടെ ഒഴിക്കുന്നുണ്ട്. താളിച്ചിടുന്നില്ലെങ്കിൽ നേരത്തെ നമ്മൾ 2ാം പാലൊക്കെ ഒഴിച്ചപ്പോൾ കുറച്ച് ചെറിയുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ടാൽ മതി. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുക. ഇനി ഇത് ചൂടോടെ രാവിലെ കഴിക്കാം. 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും.